നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷം. പ്രധാനമന്ത്രിയുടെ രാജിക്കായി മുറവിളികൂട്ടി മന്ത്രിമാരും എംപിമാരും. UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കെതിരെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ കലാപം കടുക്കുന്നു. ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് ഉൾപ്പെടെയുള്ള പ്രമുഖ മന്ത്രിമാർ സ്റ്റാർമർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച 6 മിനിസ്റ്റീരിയൽ എയ്ഡുമാർ തങ്ങളുടെ പദവികളിൽ നിന്നും രാജിവെച്ചു. ഇതോടെ സ്റ്റാർമറുടെ രാജിക്കായി പരസ്യമായി രംഗത്ത് വന്ന ലേബർ എംപിമാരുടെ എണ്ണം 72ആയി ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടായ കനത്ത പരാജയവും വെയിൽസിലെ ഭരണനഷ്ടവുമാണ് പ്രധാനമന്ത്രിക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് കാരണം. എന്നാൽ താൻ പദവിയിൽ തുടരുമെന്നും രാജിവെക്കുന്നത് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിയിടുമെന്നുമാണ് സ്റ്റാർമറുടെ നിലപാട്. ആൻഡി ബൺഹാമിനെ പുതിയ നേതാവാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ സ്റ്റാർമർക്കെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ മന്ത്രിമാർ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ലേബർ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയാണ് കീർ സ്റ്റാർമർ ഇപ്പോൾ കടന്നുപോകുന്നത്. UKയിൽ മദ്യപാനം മൂലമുള്ള മരണനിരക്കിൽ കുറവ്. കോവിഡിന് ശേഷമുള്ള ആദ്യ കുറവെന്ന് റിപ്പോർട്ട്. UKയിൽ മദ്യപാനം മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം ആദ്യമായി കുറവ് രേഖപ്പെടുത്തി. 2024 മദ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിച്ചവരുടെ എണ്ണം 9809 ആണ്. 2023 ഇത് 10473 എന്ന സർവകാല റെക്കോർഡിൽ എത്തിയിരുന്നു. മരണനിരക്കിൽ ചെറിയ കുറവ് വന്നെങ്കിലും ഇതിനെ ലാഘവത്തോടെ കാണരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. സ്കോട്ട്ലൻഡ് 20.9, വടക്കൻ അയർലൻഡ് 21.4 എന്നിവിടങ്ങളിലാണ് UKയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തത്. ഇംഗ്ലണ്ടിലെ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഉയർന്ന നിരക്കും ലണ്ടനിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുമാണ് രേഖപ്പെടുത്തിയത്. പുരുഷന്മാരിലെ മരണനിരക്ക് സ്ത്രീകളെക്കാൾ ഇരട്ടിയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മദ്യപാനം കുറയ്ക്കാൻ കുറഞ്ഞ യൂണിറ്റ് വില നടപ്പിലാക്കണമെന്നും ഓൺലൈൻ പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മദ്യപാന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അടുത്ത 3 വർഷത്തേക്ക് £340 കോടി അനുവദിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് സംഘർഷം. ബ്രിട്ടനിൽ സാമ്പത്തിക പ്രതിസന്ധി ഭീതി. ഗാർഹിക ചെലവുകൾ വെട്ടിക്കുറച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ബ്രിട്ടനിൽ സാമ്പത്തിക മാന്ദ്യഭീതി വർദ്ധിക്കുന്നു. കഴിഞ്ഞ 18 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് ഏപ്രിൽ മാസത്തെ ഗാർഹിക ചെലവുകളിൽ ഉണ്ടായത്. ഇറാൻ യുദ്ധം ആഗോള വിതരണ ശൃംഖലയെയും ഇന്ധന വിപണിയെയും ബാധിക്കുമെന്ന ആശങ്കയിൽ ബ്രിട്ടീഷുകാർ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയാണ്. വിമാനയാത്രയ്ക്കുള്ള ചെലവിൽ 5.7%, വിനോദങ്ങൾക്കുള്ള ചെലവിൽ 0.3% ഇടിവുണ്ടായതായി ബാർക്ലേസ് ബാങ്ക് അറിയിച്ചു. അതേസമയം ഇന്ധനവിലയിൽ 10.4% വർധനവുണ്ടായി. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഊർജ്ജ ബില്ലുകൾ 16%, ഭക്ഷ്യവില 7% വർദ്ധിക്കുമെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മുന്നറിയിപ്പ് നൽകി. ഇതിനകം തന്നെ 72% ഉപഭോക്താക്കളും പണപ്പെരുപ്പം തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനുകൾ ഉപയോഗിച്ച് വീടുകളിൽ ചെലവഴിക്കാനാണ് പലരും താൽപ്പര്യപ്പെടുന്നത്. വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പ് റീറ്റെയിൽ മേഖലയ്ക്ക് ചെറിയൊരു ഉണർവ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വ്യോമയാന മേഖലയിൽ പ്രതിസന്ധി. എഡിൻബർഗിൽ പാർക്കിംഗ് നിരക്ക് വർധന. ഹീത്രൂവിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇടിവ്. മിഡിൽ ഈസ്റ്റ് സംഘർഷവും ആഗോള ഇന്ധന പ്രതിസന്ധിയും UKയിലെ വിമാനത്താവളങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. എഡിൻബർഗ് വിമാനത്താവളത്തിൽ വാഹനങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നതിനുള്ള ഫീസ് £8.50 വർദ്ധിപ്പിച്ചു. വിമാനത്താവളത്തിന്റെ നികുതി ഭാരം £8 മില്യൺ ഉയർന്നതാണ് ഈ നിരക്ക് വർധനയ്ക്ക് കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന 50% ഇളവ് മെയ് 18 നിർത്തലാക്കും. സ്കോട്ട്ലൻഡിലെ വിമാനത്താവളങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ നികുതി വർധനവാണിതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഗോർഡൻ ടേവർ വ്യക്തമാക്കി. അതേസമയം മിഡിൽ ഈസ്റ്റിലെ വ്യോമപാതകൾ അടച്ചതോടെ ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ 5% ഇടിവുണ്ടായി. ദുബായ്, ദോഹ തുടങ്ങിയ മേഖലകളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ 50%-ലധികം കുറവുണ്ടായെങ്കിലും വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടത് ട്രാൻസ്ഫർ യാത്രക്കാരുടെ എണ്ണം 10% വർദ്ധിക്കാൻ സഹായിച്ചു. ജെറ്റ് ഇന്ധന പ്രതിസന്ധി മൂലം ആഗോളതലത്തിൽ 13,000 സർവീസുകളും UKയിലേക്കുള്ള 100-ലധികം സർവീസുകളും റദ്ദാക്കപ്പെട്ടു. ഫ്രാങ്ക്ഫർട്ട്, മിയാമി തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള യാത്രക്കാരെയാണ് ഇത് ബാധിച്ചത്. വരും ദിവസങ്ങളിലും സർവീസുകളിൽ തടസ്സമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർ വിമാനങ്ങളുടെ സമയവിവരം മുൻകൂട്ടി പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. UK ഡിജിറ്റൽ വിസ സംവിധാനത്തിലെ സാങ്കേതിക തകരാർ യാത്രക്കാരെ ബാധിച്ചു. UKയുടെ ഏകീകൃത ഡിജിറ്റൽ വിസ സംവിധാനമായ വൺ ലോഗിൻ പ്ലാറ്റ്ഫോമിൽ മെയ് 11-നുണ്ടായ സാങ്കേതിക തകരാർ അപേക്ഷകരെയും യാത്രക്കാരെയും വലച്ചു. 2 മണിക്കൂറോളം സേവനം തടസ്സപ്പെട്ടതുമൂലം പലർക്കും തങ്ങളുടെ വിസ വിവരങ്ങൾ പരിശോധിക്കാനോ റൈറ്റ് ടു വർക്ക് ഷെയർ കോഡുകൾ എടുക്കാനോ സാധിച്ചില്ല.
വിസ സ്റ്റിക്കറുകൾക്ക് പകരം പൂർണ്ണമായും ഡിജിറ്റൽ രേഖകളിലേക്ക് രാജ്യം മാറുന്ന ഘട്ടത്തിൽ ഇത്തരം തകരാറുകൾ വലിയ ആശങ്കയുണ്ടാക്കുന്നു. വിമാനത്താവളങ്ങളിൽ യാത്രാ അനുമതി തെളിയിക്കാനും തൊഴിലുടമകൾക്ക് വിസ വിവരങ്ങൾ ഉറപ്പുവരുത്താനും ഈ സംവിധാനം അത്യാവശ്യമാണ്. തകരാർ പരിഹരിച്ചുവെങ്കിലും യാത്രക്കാർ തങ്ങളുടെ വിസ തീരുമാനത്തിന്റെ ഇമെയിൽ പകർപ്പുകൾ കൈവശം വയ്ക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. വിദേശ നഴ്സുമാർക്കും കെയറർമാർക്കും തിരിച്ചടി. കെയർ സെക്ടറിൽ വിദേശ റിക്രൂട്ട്മെന്റ് നിരോധിച്ചു. യുകെയിലെ കെയർ സെക്ടറിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് സർക്കാർ നിരോധിച്ചു. കെയർ മേഖലയിലെ ചൂഷണങ്ങളും നിയമലംഘനങ്ങളും വർദ്ധിച്ചതിനെ തുടർന്ന് 470-ലധികം സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് ഈ കർശന നടപടി. പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രകാരം ഇനി മുതൽ വിദേശത്തു നിന്നുള്ള കെയർ വർക്കർമാരെ നിയമിക്കാൻ അനുവാദമുണ്ടാകില്ല. നിലവിൽ സ്പോൺസർഷിപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് യുകെയിൽ തുടരാനും സെറ്റിൽമെന്റിന് അപേക്ഷിക്കാനും സാധിക്കും. രാജ്യത്തെ കുടിയേറ്റ നിരക്ക് കുറയ്ക്കാനും പ്രാദേശിക തൊഴിലാളികൾക്ക് കൂടുതൽ അവസരം നൽകാനുമാണ് ഈ മാറ്റം. യുകെയിലേക്ക് വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളെ ഈ തീരുമാനം ബാധിക്കും. NHS ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. യുകെയിലെ ആരോഗ്യ സേവനങ്ങൾ പ്രതിസന്ധിയിൽ. ശമ്പള വർധനവും മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ആവശ്യപ്പെട്ട് NHS സീനിയർ ഡോക്ടർമാരും കൺസൾട്ടന്റുമാരും വീണ്ടും സമരത്തിനൊരുങ്ങുന്നു. ഇതിനായുള്ള വോട്ടെടുപ്പ് ഇംഗ്ലണ്ടിലുടനീളം ആരംഭിച്ചു. 2008 ശേഷം തങ്ങളുടെ ശമ്പളത്തിൽ 25% കുറവുണ്ടായെന്നും സർക്കാർ പ്രഖ്യാപിച്ച 3.5% വർധനവ് അപര്യാപ്തമാണെന്നും ഡോക്ടർമാർ പറയുന്നു. സമരം നടക്കുകയാണെങ്കിൽ ആശുപത്രികളിലെ ശസ്ത്രക്രിയകളും OP സേവനങ്ങളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മികച്ച സീനിയർ ഡോക്ടർമാർ വിരമിക്കുന്നതും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും തടയാൻ ശമ്പള പരിഷ്കരണം അനിവാര്യമാണെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ സമരത്തിൽ നിന്നും ഡോക്ടർമാർ പിന്തിരിയണമെന്നാണ് സർക്കാർ നിലപാട്. തീവ്ര വലതുപക്ഷ റാലി. 7 വിദേശികൾക്ക് യുകെയിൽ പ്രവേശന വിലക്ക്. ലണ്ടനിൽ സംഘടിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ റാലിയിൽ പ്രസംഗിക്കാനെത്തിയ 7 വിദേശ പൗരന്മാർക്ക് UK ഹോം ഓഫീസ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. ടോമി റോബിൻസൺ നേതൃത്വം നൽകുന്ന യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ കമന്റേറ്റർ ജോയ് മന്നാരിനോ ഉൾപ്പെടെയുള്ളവർക്കാണ് വിലക്ക്. പൊതുസമാധാനത്തിന് ഭീഷണിയാണെന്ന് കണ്ടതിനെ തുടർന്ന് ഇവർക്ക് നേരത്തെ നൽകിയിരുന്ന ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ റദ്ദാക്കി. അക്രമാസക്തമായ പ്രസംഗങ്ങൾ നടത്തുന്നവരെ രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു. പുതിയ ETA സംവിധാനം ഉപയോഗിച്ച് അതിർത്തിയിൽ വെച്ച് തന്നെ ഇത്തരക്കാരെ തടയാൻ സാധിക്കുമെന്നാണ് ഈ നടപടി തെളിയിക്കുന്നു. യാത്രക്കാർ തങ്ങളുടെ യാത്രാരേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.